നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂറാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും യൂട്യൂബിലെയും ഒക്കെ തന്നെ ട്രെൻഡിങ്. ബോബി ചെമ്മണ്ണൂറിന്റെ കഴിഞ്ഞ ദിവസം ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനായി കോയമ്പത്തൂരിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനായിരുന്നു ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബിയെ പോലീസ് വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് റിമാൻഡിലായ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് പുറത്തിറങ്ങുന്നത്. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും ജാമ്യം ലഭിച്ചതിന് ശേഷം നടത്തിയ കാട്ടിക്കൂട്ടലുകൾക്കും കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള വിമർശനവും ബോബി ചെമ്മണ്ണൂർ കേൾക്കേണ്ടി വന്നു. ജാമ്യത്തിന് പുറത്തിറങ്ങിയതിനു ശേഷം പഴയ അശ്ലീല പരാമർശവും ദ്വയാർത്ഥ പ്രയോഗങ്ങളൊന്നും തന്നെ ഇല്ലാത്ത മാന്യമായ ബോബിയെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും കാണാൻ സാധിച്ചത്. ഈ ഗ്രൂപ്പിന്റെ കോഴിക്കോട്ടെ ഏറ്റവും പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ എന്ന മോനി ബോസ്ലെ എത്തിയതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ബോബി ചെമ്മണ്ണൂർ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. 15 ലക്ഷം രൂപ നൽകിയാണ് മൊണാലിസയെ ബോബി ചെമ്മണ്ണൂർ കോഴിക്കോട് എത്തിച്ചത് എന്നും പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നു. എന്നാൽ ബോബിയെ ഈ നീക്കത്തിന്റെ ഗുണം എത്രയോ കോടികൾ മുടക്കിയാലും കിട്ടാത്തതാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നത്. അത്തരത്തിൽ ചില ശ്രദ്ധേയമായ കമന്റുകൾ നമുക്ക് നോക്കാം. ബിസിനസ് അറിയാവുന്നവരാണ് ബോബി ചെമ്മണ്ണൂർ. 15 ലക്ഷം രൂപ മുടക്കിയാണ് കുംഭമേളയിലെ വൈറൽ താരത്തെ കേരളത്തിൽ എത്തിച്ചത്. അതുകൊണ്ട് അയാൾക്ക് ലഭിക്കുന്നത് കേരളം മുഴുവനുള്ള കവറേജും ചിലപ്പോൾ കേരളത്തിന് പുറത്തും ഒക്കെയുള്ള പ്രശസ്തിയുമായിരിക്കും. നേരെ മറിച്ച് പ്രമുഖ പത്രങ്ങളിൽ 1-ാം പേജ് പരസ്യം കൊടുക്കണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ ചെലവാകും. പണ്ടത്തെ പോലെ പത്രം ഒന്ന് വായിക്കുന്ന അവസ്ഥ അല്ലാത്തതുകൊണ്ട് വലിയ പ്രയോജനവും ഇല്ലാതെയാകും. ഇനി ടിവിയിൽ കൊടുക്കാമെന്ന് വെച്ചാൽ ടി വി കാണുന്ന ആളുകൾ കൂടുതലും പഴയ തലമുറയാണ്. അങ്ങനെ നോക്കിയാലും മുടക്കിയ 15 ലക്ഷത്തിന് കോടികളുടെ പരസ്യമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അത് അദ്ദേഹത്തിന് ലഭിച്ചു. ബുദ്ധിമാനാണ് ബോബി എന്നാണ് ബാംഗ്ലൂർ മലയാളി എന്ന പേജിൽ വന്ന ഒരു കുറിപ്പ്. മൊണാലിസയ്ക്ക് ബോബി ചെമ്മണ്ണൂർ 15 ലക്ഷം രൂപ പ്രതിഫലം നൽകി എന്നുള്ളത് വലിയ സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. ഇത് ബോച്ച് ചെയ്ത വലിയൊരു പുണ്യപ്രവൃത്തി തന്നെ എന്നാണ് മനസ്സിലാകുന്നത്. ഏത് കുപ്പയിലാണെങ്കിലും ദൈവം നിയോഗം ഉണ്ടെങ്കിൽ ഭാഗ്യം നമ്മെ എങ്ങോട്ട് തേടിയെത്തും എന്ന ഒറ്റ ഉദാഹരണമാണ് ഇത്. ചിലപ്പോൾ അതിനായി നാം ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നേക്കാം, കഠിന പ്രയത്നങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം, ഒരുപാട് വിഷമഘട്ടങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. ഇത് മൊണാലിസയുടെ ഭാഗ്യത്തിനപ്പുറം ഒരു കുടുംബം രക്ഷപ്പെട്ടല്ലോ എന്ന സന്തോഷത്തിലാണ് പലരും. അതിന്റെ ഒരു ഭാഗ്യമായി ആ പെൺകുട്ടിയെ കേരളത്തിലേക്ക് ക്ഷണിച്ച ബോച്ചയ്ക്ക് 1000 നന്ദി. ആ മോൾക്ക് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നാണ് വൈറൽ കുറിപ്പിൽ കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെ അനവധി ആളുകളാണ് ആശംസയും ഒക്കെയായി എത്തുന്നത്. ബോബി ചെമ്മണ്ണൂറിന് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്നവരും ഇടയ്ക്കുണ്ട്. എന്തായാലും ബോബി ചെമ്മണ്ണൂറും മൊണാലിസയും ഒക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ വൈറൽ കണ്ടന്റ്.